യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന. സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോ മിഷൻ ക്വിസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം. സഭാ ചരിത്രം, വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹ, വിശുദ്ധർ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളെല്ലാം കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാനുള്ള നമ്മുടെ പ്രേക്ഷിത വാഹിനിയുടെ സഞ്ചാരം ഇന്ന് എത്തി നിൽക്കുന്നത് താമരശ്ശേരി രൂപതയിലെ കൂരാച്ചുണ്ട് ഫൊറോന ഇടവകയിലാണ്. MSTയുടെ ഈ പ്രേക്ഷിത വാഹിനിയിലെ ബാക്കി സമ്മാനങ്ങൾ കൊണ്ടുപോകാൻ നമുക്കിനി ഒരു പാർട്ടിസിപ്പന്റ് കൂടിയുണ്ട്. ആ പാർട്ടിസിപ്പന്റിനെ നമുക്ക് പ്രേക്ഷിത വാഹിനിയിലേക്ക് ക്ഷണിച്ചാലോ? നമുക്ക് ഷാരോൺ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഷാരോൺ, പ്രേക്ഷിത വാഹിനിയിലേക്ക് സ്വാഗതം. നമുക്ക് ഷാരോണിനെ പരിചയപ്പെടണ്ടേ? അതെ, ഷാരോൺ ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടായിരിക്കും എല്ലാവരോടും വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്നത് അല്ലേ? അതിനായിട്ട് നമ്മൾ ഷാരോന്റെ ഒരു ചെറിയ പ്രൊഫൈൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്നാ അത് കണ്ടാലോ? അതെ, അത് കണ്ട് നമ്മുടെ പാർട്ടിസിപ്പന്റിനെ കുറിച്ച് കൂടുതൽ അങ്ങ് മനസ്സിലാക്കാം. ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും പൊരുതി ജയിച്ചവൾ വൈഷ്ണവി, കണ്ണുനീർ തുള്ളിയിൽ തൂലിക മുക്കി വിജയത്തിൻ ഗീതം രചിച്ചവൾ വൈഷ്ണവി. മോളെ പാടി നന്നായിട്ടുണ്ട്, നല്ല ഫീൽ വന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ തുടർന്നാൽ മതി കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. എൻ്റെ പേര് ഷാരോൺ മൈക്കിൾ എന്നാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ വീട്ടില് പപ്പ, അമ്മ, ഒരു ചേട്ടായി, പിന്നെ ചാച്ചൻ, അമ്മച്ചി എന്നിവരാണുള്ളത്. എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ചാച്ചനോടും അമ്മേനോടൊപ്പമാണ് ഞാൻ പള്ളിയിൽ പോകാറുള്ളത്. അവർ പറഞ്ഞു തന്നിട്ടുള്ളത് ഈശോയിട്ട് കൂട്ടുകാടുന്നത് വളരെ നല്ലതാണെന്നാണ്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും ഞാൻ ഈശോയോട് പങ്കുവെക്കാറുണ്ട്. ഷാരോണിനെ പറ്റി കൂടുതൽ വിശദമായ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഓരോ റൗണ്ടിന് ശേഷവും മനസ്സിലാക്കാം. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഷാരോൺ പ്രേക്ഷിത വാഹിനിയിലോട്ട് കയറല്ലേ? നല്ലൊരു കൈയടി കൊടുക്കാം. ഷാരോണി ഉടുപ്പിൽ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാനായിട്ട്. ആ സൗന്ദര്യം എനിക്ക് തോന്നുന്നു എല്ലാ ഉത്തരങ്ങളൊക്കെ പഠിച്ച് പറയാൻ വന്ന മുഖത്തിന്റെ കൂടെയാണ്. ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാ ഷാരോൺ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. എന്നാ ഒട്ടും വൈകണ്ട, നമുക്ക് ഷാരോണിനുള്ള ചോദ്യങ്ങൾ കാണാം. നമ്മുടെ ഗെയിമിന്റെ റൂൾസ് എല്ലാം അറിയില്ലേ? അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റൗണ്ടുകളിലേക്ക് പോകാം. ജെറുസലേം, ആർജന്റസ്, ജെറിക്കോ, മാർഗം. 4 റൗണ്ടുകളാണ് ഷാരോണിനെ കാത്തിരിക്കുന്നത്. ഏത് ഓർഡർ വേണമെന്ന് ഷാരോണിന് തീരുമാനിക്കാം. ഈ 4 റൗണ്ട്സിൽ ഏതാണ് ആദ്യം ഷാരോൺ ചൂസ് ചെയ്യാൻ പോകുന്നത്? ജെറുസലേം. ജെറുസലേം റൗണ്ട് സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ജെറുസലേം റൗണ്ട് ആണ് ഷാരോൺ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ റൗണ്ടില് 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റ് ചോദ്യവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം നോക്കിയാലോ? കാനൻ നിയമസംഹിതയുടെ പിതാവ്. കാനൻ നിയമസംഹിതയുടെ പിതാവ് ആര്?
4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. പോപ്പ് ഗ്രിഗറി 7-ാമൻ, പോപ്പ് ജോൺ 22-ാമൻ, അഗസ്റ്റിൻ, 4-ാമത്തെ ഓപ്ഷൻ ഗ്രേഷ്യൻ. കാനൻ നിയമസംഹിതയുടെ പിതാവ് ആര്? ഗ്രേഷ്യൻ. ഗ്രേഷ്യൻ ആണ് ഷാരോൺ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കിയാലോ. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഒരു നല്ല കയ്യടി കൊടുത്തേ. നമ്മുടെ ഷാരോന്റെ ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം തന്നെ ശരിയാക്കിയിരിക്കുകയാണ്. അതെ, ഇനി ഷാരോണിനെ കാത്ത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഈ റൗണ്ടിൽ ബാക്കിയാണ്. നോക്കിയാലോ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. സഭാ നിയമത്തിന്റെ ലക്ഷ്യം എന്ത്? സഭാ നിയമത്തിന്റെ ലക്ഷ്യം എന്ത്? വ്യക്തികളുടെ നന്മ, സഭയുടെ വളർച്ച, ദൈവത്തിന്റെ ഉപരിമഹത്വം. ചാടി ഉത്തരമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് നല്ല മിടുക്കിയായിട്ട് ഉത്തരം പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ഞെട്ടി നിൽക്കുന്നു. എന്തായാലും ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. വ്യക്തികളുടെ നന്മ, സഭയുടെ വളർച്ച, ദൈവത്തിന്റെ ഉപരി മഹത്വം. അങ്ങനെ ഈ റൗണ്ടിലെ 2 ചോദ്യങ്ങൾക്കും നമ്മുടെ ഷാരോൺ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഒരു നല്ല കയ്യടി കൊടുത്തേ. ഷാരോൺ, എന്തോ ഒരു റൗണ്ട് കഴിഞ്ഞു, സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ റൗണ്ടിന്റെ സമ്മാനം അങ്ങ് കൊടുത്താലോ? ആ സമ്മാനം കൊടുത്ത ബാക്കി റൗണ്ടുകളിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ആ ഒരു എനർജി നമുക്ക് കൊടുക്കാം അല്ലേ? ഷാരോൺ, എന്തോ ഷാരോൺ നല്ല രീതിയിൽ കഥാപ്രസംഗം പറയും ഞങ്ങൾ കേട്ടല്ലോ. പറയും. അങ്ങനെയെങ്കിൽ ആ കഥാപ്രസംഗം ഒന്ന് കേട്ടാലോ? നമുക്ക് വേണ്ടി നല്ലൊരു കഥാപ്രസംഗം എനിക്ക് തോന്നുന്നു ഷാരോണിന്റെ മനസ്സിലുണ്ട്. ഷാരോൺ എങ്ങനെയാ, പ്രേക്ഷിതവാഹിൽ നിന്നാണോ ഞങ്ങൾക്ക് വേണ്ടി കഥാപ്രസംഗം പറയാൻ പോകുന്നത്, അതോ ഇവിടേക്ക് ഇറങ്ങി വന്നിട്ടാണോ? എവിടെ നിന്ന് പറയാൻ ഇഷ്ടം? പുറത്തുനിന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിതവാഹിൽ നിന്ന് ഇറങ്ങി വരാം. മാന്യ സദസ്സിന് എന്റെ വിനീതമായ കൂപ്പുകൈ. ഞാൻ അവതരിപ്പിക്കുന്ന കഥ വൈഷ്ണവി. അവളെ നിങ്ങൾക്കറിയില്ലേ? മാധ്യമങ്ങൾ വാതോരാതി വാനോളം ഉയർത്തിയ വിദ്യാർത്ഥിനി. എൻട്രൻസിന് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ അവൾക്ക് ഗ്രാമപഞ്ചായത്ത് സ്നേഹനിർഭരമായ സ്വീകരണം നൽകുകയാണ്. അവളുടെ കഴുത്തിൽ നിറയെ പൂമാലകൾ. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം അവളുടെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. വിശിഷ്ടാതിഥികളെ കൊണ്ട് വേദി നിറഞ്ഞു കഴിഞ്ഞു. വൈഷ്ണവിയെ കുറിച്ച് എഴുതിയ ഒരു ഗാനം ആലപിക്കപ്പെട്ടു. ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും പൊരുതി ജയിച്ചവൾ വൈഷ്ണവി. കണ്ണുനീർത്തുള്ളിയിൽ തൂലിക മുക്കി വിജയത്തിൻ ഗീതം രചിച്ചവൾ വൈഷ്ണവി. അച്ഛന്റെ മരണശേഷം ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും മുൻപിൽ തളരാതെ വിജയത്തിന്റെ ഇതിഹാസം എഴുതിയ സുവർണ താരം വൈഷ്ണവി. വൈഷ്ണവിയുടെ മറുപടി പ്രസംഗത്തിനായി ജനങ്ങളെല്ലാവരും കാതോർത്തിരിക്കുകയാണ്. വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സാർ, വിശിഷ്ട വ്യക്തികളെ, നിങ്ങളുടെ സ്നേഹത്തിന്, സ്വീകരണത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ നന്ദിയുടെ 1000 മൺചിരാതുകൾ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് കത്തി നിൽക്കും. സദസ്സിൽ ഗാനത്തിന്റെ ഇരടികൾ മുഴങ്ങുന്നു. മംഗളങ്ങൾ, ഭാവുകങ്ങൾ, സ്നേഹഗീതങ്ങൾ, വിജയതിലകം ചൂടി നിൽക്കും കനക താരമേ, നിനക്കഭിവാദനം, അഭിവാദനം. ആഴ്ചകൾ കടന്നുപോയി. വൈഷ്ണവിക്ക് എഞ്ചിനീയറിംഗിന് ചേരേണ്ട സമയമായി. കയ്യിൽ പണമൊന്നുമില്ല. വൈഷ്ണവിയുടെ അമ്മയായ വൈദേഹി ബാങ്ക് മാനേജറുടെ മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണ്. സാറേ, പ്ലീസ് സാറേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. നാട്ടുകാർക്ക് മുഴുവൻ സേവനം ചെയ്യാൻ ഇതെന്താ ചാരിറ്റബിൾ സൊസൈറ്റി ആണോ? ഒന്നുകിൽ വസ്തു വീട് തരണം, ഇല്ലെങ്കിൽ സ്വർണം പണയം തരണം. ഇതൊന്നുമില്ലാതെ കാലത്ത് പകിട്ടുമെന്ന് കഷിത എന്ന് പറഞ്ഞാൽ മതിയോ? തോട്ടം തൊഴിലാളിയായ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ മകളെ അങ്ങ് പഠിപ്പിച്ചാൽ മതി. അല്ലാതെ വല്ല എഞ്ചിനീയറിംഗ് എന്ന സ്വപ്നമൊന്നും കാണണ്ട. അല്ല പിന്നെ. വൈദേഹി പൊട്ടിക്കരഞ്ഞുപോയി. കൺപീലി മെല്ലെ
നനഞ്ഞാമിഴിയോരം കണ്ണീർ തടാകങ്ങളായി മാറി. മാസങ്ങൾ കടന്നുപോയി. വൈഷ്ണവി ഇന്ന് എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അവൾ എത്ര പറഞ്ഞിട്ടും അമ്മ കേട്ടില്ല. ആകെയുണ്ടായിരുന്ന 4 സെന്റും വീടും വിറ്റ് മകളെ കോളേജിലേക്ക് അയച്ചു. വൈകുന്നേരം പണി കഴിയുമ്പോൾ വൈദേഹി അടുത്തുള്ള അനാഥ മന്ദിരത്തിലെത്തും തലയൊന്ന് ചായ്ക്കാൻ. പതിവ് പോലെ വൈഷ്ണവിയും കൂട്ടുകാരും കോളേജിൽ നിന്നും ഹോസ്റ്റലിലേക്ക് മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് കറുത്ത കണ്ണട ധരിച്ച ഒരു മൊട്ടത്തലയും ചെറുപ്പക്കാരനായ രാമനാഥൻ അവരുടെ മുൻപിലേക്ക് കയറി നിന്നിട്ട് വൈഷ്ണവിയോട് പറഞ്ഞു, നീ 4 മണിയാകുമ്പോൾ ലൈബ്രറിയിൽ വന്നെന്നെ കാണണം. ഞാൻ അവിടെ കാത്തിരിക്കും. വൈഷ്ണവി ഇത് കേട്ട ഭാവം പോലും നടിച്ചില്ല. അവന്മാരൊക്കെ വിളിക്കുന്നിടത്ത് ചെല്ലാൻ ചില അവളുമാരൊക്കെ കാണും. പക്ഷേ അതിന് വൈഷ്ണവിയെ കിട്ടത്തില്ല. പിറ്റേന്ന് പ്രിൻസിപ്പലിനെ കണ്ടുമടങ്ങുന്ന വൈഷ്ണവിയെ രാമനാഥൻ പിടികൂടി. ഞാൻ വരാൻ പറഞ്ഞിട്ട് നീ വന്നില്ലാലേ, പക്ഷേ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അയാൾ പൊട്ടി പൊട്ടി ചിരിച്ചു. എന്നിട്ട് തന്റെ ഫോണിലുള്ള വൈഷ്ണവിയുടെ നഗ്നയായ ഫോട്ടോ അവളെ കാണിച്ചു കൊടുത്തു. ദേ ഇതൊന്ന് നോക്കിക്കേ, എങ്ങനെ ഉഗ്രനല്ലേ. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെ സംഭവിച്ചോ? താൻ ചതിക്കപ്പെട്ടിരിക്കുന്നവർക്ക് മനസ്സിലായി തന്റെ കൂട്ടുകാരികൾ തന്നെ അവളെ വഞ്ചിച്ചിരിക്കുന്നു. അവൾ ഹൃദയം പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ ഈ ചിത്രം ഇന്റർനെറ്റിൽ അങ്ങ് കയറി അങ്ങ് പോവും. എന്നിട്ട് www.vaishnavi.com എന്ന് അടിച്ചു കൊടുത്താൽ നീ പിറന്ന കോലത്തിൽ ഇറങ്ങി വരും. എല്ലാവരുടെ ഫോണിൽ വാട്സാപ്പ് വഴിയും ബ്ലൂടൂത്ത് വഴിയും ഒക്കെ നീ പറന്ന് നടക്കും. താൻ കുടുങ്ങിയവൾക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് ഒരു ഭ്രാന്തിയെ പോലെ അലറാൻ തുടങ്ങി. മാറാ, എന്റെ മുന്നിൽ നിന്ന് മാറാ, മാറ്. ഒരു നിമിഷം രാമനാഥൻ ഭയന്നു. ആ നിമിഷം അവൾ തന്റെ സർവ്വശക്തിയും എടുത്ത് ഓടി. പക്ഷേ രാമനാഥന്റെ കൂട്ടുകാർ അവളെ ലൈബ്രറി ഹാളിലിട്ട് പൂട്ടി. കഴുകന്മാരുടെ നഖമുന കയറി കരള് പിളർന്നലറുന്ന ബോധ വേട്ടക്കാരുടെ കയ്യിൽ പ്രാണനെ യാചിക്കും മാൻപേട. വൈഷ്ണവി മരിച്ചിട്ട് ഇന്നേക്ക് 1 വർഷമായി. വൈഷ്ണവിയുടെ വിധി പ്രഖ്യാപിക്കുകയാണ്. വിധി പ്രഖ്യാപനം ഇങ്ങനെ: ആയതിനാൽ വൈഷ്ണവി കൊലപ്പെടുത്തിയെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യത നൽകി പ്രതി രാമനാഥനെ വെറുതെ വിടുന്നു. ഇത് കേട്ടിട്ടും വൈദേഹിയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റം ഉണ്ടായില്ല. പെട്ടെന്ന് കോടതിയിൽ നിന്ന് വിട്ടിറങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞ് ജഡ്ജിയുടെ ചേംബറിലേക്ക് ഒരു സ്ത്രീ ഓടിക്കയറി വരുന്നു. ദേഹമാസകലം രക്തത്തുള്ളികൾ. ജഡ്ജി തിരിച്ചറിഞ്ഞു അത് വൈദേഹിയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി എന്നോട് ക്ഷമിക്കണം. ഞാൻ അവനെ കൊന്നു. ആ രാമനാഥനെ വെട്ടിക്കൊന്നു. പാവപ്പെട്ട പെൺപിള്ളാരുടെ മാനത്തിനും ജീവനും വിലയുണ്ടെന്ന് മനസ്സിലാക്കാത്ത അവനൊന്നും ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. ഇന്ത്യൻ കറൻസിക്ക് വിലയുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാട് രാമനാഥന്മാർ ഭരിക്കും. വിലങ്ങിട്ട കൈകളുമായി വിദൂരതയിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ വൈദേഹി ഓർത്തുപോയി. ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും പൊരുതി ജയിച്ചവൾ വൈഷ്ണവി. കണ്ണുനീർത്തുള്ളിയിൽ തൂലിക മുക്കി വിജയത്തിൻ ഗീതം രചിച്ചവൾ വൈഷ്ണവി. ഷാരോണിന് ഇനി 3 റൗണ്ടാണ് ബാക്കിയുള്ളത്. ജെറുസലേം റൗണ്ട് കഴിഞ്ഞു. ഇനി ഏത് റൗണ്ടാണ് ഷാരോൺ ചൂസ് ചെയ്യാൻ പോകുന്നത്? അഡ്ജന്റസ് റൗണ്ട്, ജെറിക്കോ റൗണ്ട്, മാർഗം റൗണ്ട്. ഇതിൽ ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറിക്കോ. വിഷ്വൽ റൗണ്ടായ ജെറിക്കോ റൗണ്ട് ആണ് ഷാരോൺ അടുത്തതായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ചോദ്യം ഏതാണെന്ന് നമുക്ക് കാണാം. അതിനു മുന്നേ ജെറിക്കോ റൗണ്ട് ഒരു വിഷ്വൽ റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ആയിരിക്കും ഇവിടെ പ്ലേ ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ ആ വീഡിയോ കാണുക. അതിൽ നിന്നായിരിക്കും ഷാരോണിനുള്ള ചോദ്യം വരുന്നത്. ഷാരോൺ, നമുക്ക് ചോദ്യം കണ്ടാലോ? വളരെ വ്യത്യസ്തമായ രീതിയിലാണ് MST വൈദികർ തങ്ങളുടെ പ്രേക്ഷിത ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. ഉൾപ്രദേശങ്ങളിൽ കഴിയുന്ന ഗ്രാമവാസികളെ സന്ദർശിച്ച് അവർക്കാവശ്യമായ വിശ്വാസ പരിശീലനം നൽകുന്നു. ഭവനങ്ങൾ തോറും കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെടാൻ സഹായിക്കുകയും ചെയ്യുന്നു.
ഭവനാംഗങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു. സുമനസ്സുകളുടെ സഹായത്തോടെ ഗ്രാമവാസികൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുന്നതിനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും ആവശ്യമായ ചെറുദേവാലയങ്ങൾ പണിതു നൽകുന്നു. തങ്ങളുടെ ദൈവാനുഭവം പങ്കുവയ്ക്കാനും പ്രാർത്ഥനയിൽ ഒന്നിച്ചു കൂടുവാനുമായി തങ്ങളുടെ കൈകളാൽ തന്നെ ഭവനം പണിതു നൽകുന്ന വിശ്വാസികൾ. ഷാരോൺ, വീഡിയോ കണ്ടില്ലേ? നമുക്കിനി ചോദ്യം എന്താന്ന് നോക്കിയാലോ? ചോദ്യം കാണാം. ഒഡീഷ മിഷനിൽ MST വൈദികർ ചെയ്യുന്ന 2 പ്രേഷിത പ്രവർത്തനങ്ങൾ പറയുക. ഒന്ന് ആലോചിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കേ. നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കാം. എന്ന് നമുക്കൊരു കാര്യം ചെയ്താലോ? കൊച്ചു ഷാരോണിനത് ശ്രദ്ധിക്കാൻ അത്രയ്ക്ക് അങ്ങ് പറ്റിയില്ല. നമുക്ക് ഈ ചോദ്യം നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാം. അവിടെ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. പ്രേഷിത വാഹിനിക്ക് അടുത്തേക്ക് വരാം. പേരെന്താണ്? എൻ്റെ പേര് ആൻമേരി അഗസ്റ്റിൻ. ആൻമേരി, ഒട്ടും വൈകണ്ട, ഉത്തരം അങ്ങ് പറഞ്ഞു. ഒന്ന്, അവിടെയുള്ള ആൾക്കാർക്ക് ദൈവവിശ്വാസം പകർന്നു നൽകുന്നു. 2, അതിനായിട്ട് ചെറിയ ചെറിയ ദേവാലയങ്ങൾ പണിതു നൽകുന്നു. നമുക്ക് ആൻസർ ശരിയാണോ നോക്കിയാലോ? ഗ്രാമവാസികളെ സന്ദർശിച്ച് വിശ്വാസ പരിശീലനം നൽകുന്നു. ഭവനങ്ങളിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നു. ഗ്രാമവാസികൾക്ക് പ്രാർത്ഥനാലയങ്ങൾ നിർമ്മിച്ച് കൊടുക്കുന്നു. ഉത്തരം ശരിയാണ്. ദൈവവിശ്വാസം പകർന്നു നൽകുന്ന വഴിയാണ് വിശ്വാസ പരിശീലനം. അതുപോലെ തന്നെ ഗ്രാമവാസികൾക്ക് പ്രാർത്ഥനാലയങ്ങൾ നിർമ്മിച്ചു നൽകുന്നു എന്ന് പറഞ്ഞ 2 ഉത്തരവും ശരിയാണ്. അപ്പോൾ നല്ലൊരു കയ്യടി നമുക്ക് നൽകാം. അങ്ങനെയെങ്കിൽ ഈ റൗണ്ടിൽ നമുക്ക് ഒരു ചോദ്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അതെ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നമ്മളുടെ വന്നിരിക്കുന്ന ആൻമേരിയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻമേരിക്ക് നമ്മൾ ആ സമ്മാനം കൈമാറുകയാണ് അല്ലേ? ഷാരോൺ, എന്തോ ജെറിക്കോ റൗണ്ടിൽ ഉത്തരം പറയാതിരുന്നപ്പോ സങ്കടമായോ? ചെറിയ തോതില്. കുഴപ്പമില്ല, നമുക്ക് ഇനി ബാക്കി 2 റൗണ്ടും ഒരു പൊതു ചോദ്യത്തിന്റെ ഭാഗം കൂടെ ഉണ്ട്. എന്തായാലും അതിൽ നമുക്ക് പിടിക്കാം അല്ലേ? ഒരു ചോദ്യമല്ലേ തെറ്റിയുള്ളൂ? അതെ, എന്തായാലും സാരമില്ല. നമ്മുടെ ഇവിടെ സമ്മാനങ്ങൾ നിറയെ ബാക്കിയാണ്. അടുത്ത റൗണ്ടുകളിൽ നമുക്ക് സമ്മാനം മേടിക്കാം. തയ്യാറല്ലേ? അങ്ങനെയാണെങ്കിൽ ഷാരോൺ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അല്ലേ? നമ്മുടെ ഓഡിയൻസിന് ഒരു ചോദ്യം കൊടുത്താലോ? ഓഡിയൻസ് ഇവിടെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നമുക്കറിയാം, അവർക്കുള്ള ചോദ്യം അങ്ങ് കൊടുക്കാം. ഓഡിയൻസിനായിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്. താമരശ്ശേരി രൂപതയുടെ 2ാമത്തെ മെത്രാൻ ആര്? ഒരു പ്രാവശ്യം ചോദിച്ചപ്പോഴേക്കും അവിടെ കൈ പൊക്കിയിരിക്കുകയാണ്. നമുക്ക് ആ കുട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മാർ ജേക്കബ് തൂങ്കുഴി. ഉറപ്പാണോ? വേറെ ഏതെങ്കിലും ഉത്തരമുണ്ടോ? വേഗം വന്ന് ഉത്തരം പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഉത്തരം ശരിയാണ്. അത്രയ്ക്കും കോൺഫിഡന്റ് ആയിട്ടാ വന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. താമരശ്ശേരി രൂപതയുടെ 2ാമത്തെ മെത്രാൻ മാർ ജേക്കബ് തൂങ്കുഴി ശരി ഉത്തരമാണ്. ഇനി 2 റൗണ്ടാണ് ബാക്കിയുള്ളത്. അഡ്ജൻഡസ് റൗണ്ട്, മാർഗം റൗണ്ട്. ഈ 2 റൗണ്ടിൽ ഏതാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത്? അഡ്ജൻഡസ്. തോമാസ് ലിഹായെയും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. നമുക്ക് നോക്കാം. ഇതിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ മിഷനെ കുറിച്ചുള്ള ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ളത് ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അപ്പോൾ ഷാരോൺ ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്? സെന്റ് തോമസ്. നമുക്ക് ചോദ്യം നോക്കിയാലോ? ഈശോയുടെ 12 സ്ലീഹന്മാരിൽ ഒരുവനാണ് തോമാസ് ലിഹ എന്ന്
നമുക്ക് പറഞ്ഞു തരുന്ന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വചനഭാഗം ഏത്? മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അത് നോക്കി അങ്ങ് വേഗം അങ്ങ് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 7 മുതൽ 9 വരെ. ഉറപ്പാണോ? അത് തന്നെയാണ് ഉത്തരം. ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരം നോക്കിയാലോ? ഉത്തരം നോക്കാം. തെറ്റിപ്പോയിരിക്കുകയാണ്. സാരമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം അല്ലേ? നമുക്ക് ഈ ചോദ്യം നമ്മുടെ ഓഡിയൻസിനും കൊടുത്താലോ? അല്ലേ ഷാരോൺ, പറ, നമുക്ക് ഓഡിയൻസിന് കൊടുത്താലോ? ഉത്തരം അറിയാവുന്ന ഒരാള് വേഗം വന്ന് നമുക്ക് ഷാരോണിനൊരു സഹായമാകും അല്ലേ? ഷാരോൺ, ഈ ചോദ്യത്തിന് സമ്മാനം നേടിക്കൊടുക്കാൻ പോകുന്നത് ആരാണെന്ന് നോക്കാം. ഉത്തരം അറിയാമോ? നമ്മുടെ ഓഡിയൻസ് റൗണ്ടിൽ നേരത്തെ സമ്മാനം മേടിച്ച നമ്മുടെ കുഞ്ഞു കൂട്ടുകാരി വേഗം വരാന്നാ പറയുന്നത്. നമ്മുടെ ഷാരോണിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെ. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 19 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാരോൺ, ആ ഉത്തരം ഉറപ്പിക്കല്ലേ? നോക്കാം. അതോ ഇനി വേറെ ഉത്തരം പറയുന്നോ? അങ്ങനെയാണെങ്കിൽ ആ ഉത്തരം നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്, ആ ഉത്തരം ശരിയാണ്. ലവീനയുടെ സഹായത്തോടു കൂടെ ഷാരോണിന് ഈ റൗണ്ട് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ലവീന സമ്മാനം കൊടുത്താലോ? എന്തായാലും ലവീനയാണ് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഷാരോണിന് ലവീനയെ കൊണ്ട് തന്നെ സമ്മാനം കൊടുപ്പിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനിയുള്ളത് ഡയറക്റ്റ് ചോദ്യമാണ്. മിഷന്റെ മുഖ്യ പ്രവർത്തകൻ ആര്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ റൗണ്ടിലെ. മിഷന്റെ മുഖ്യ പ്രവർത്തകൻ ആര്? നമ്മൾ ബൈബിളിലൊക്കെ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഈശോ. ശരിക്കും ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ നമ്മളെ സഹായിക്കുന്ന, നമ്മൾക്ക് ധൈര്യം പകർന്നു നൽകുന്ന, ശക്തി നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഉത്തരം നോക്കിയാലോ? അത് ഷാരോൺ ഉത്തരം പറഞ്ഞത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ്. ആദ്യം ഒന്ന് ഈശോ എന്ന് പറഞ്ഞ ഉത്തരം തെറ്റിയെങ്കിലും രണ്ടാമത് ആലോചിച്ച് നമ്മുടെ ഷാരോൺ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ റൗണ്ടിന്റെ സമ്മാനം നമ്മുടെ ഷാരോണിന് ലവീന കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ നേരെ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ? അതെ, നേരെ നമുക്ക് 4ാമത്തെ റൗണ്ടിലേക്ക് കിടക്കാം. ഷാരോൺ, 4ാമത്തെ റൗണ്ടായിട്ട് നമുക്കിനി ബാക്കിയുള്ളത് മാർഗമാണ്. കണ്ടാലോ നമുക്ക് ചോദ്യം എന്താണെന്ന്? 2 വിശുദ്ധരെയാണ് ഷാരോണിന് ഇവിടെ തന്നിട്ടുള്ളത്. വിശുദ്ധ മദർ തെരേസയും വിശുദ്ധ ദൈവസഹായവും. ആരുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഷാരോണിന് വേണ്ടത്? മദർ തെരേസ. വിശുദ്ധ മദർ തെരേസ എന്നാണ് ഷാരോൺ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മദർ തെരേസയെ കുറിച്ച് വരുന്ന ചോദ്യം ഏതാ നോക്കിയാലോ? ചോദ്യം നോക്കാം. മദർ തെരേസ ചേർന്ന കന്യകാ സമൂഹം ഏത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മദർ തെരേസ ചേർന്ന കന്യകാ സമൂഹം ഏത്? ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ആ ഉത്തരം ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? മദർ തെരേസ ചേർന്ന കന്യകാ സമൂഹം ലൊറേറ്റോ കോൺവെന്റ് ആണ്. നമുക്കിനി ഒരു ജനറൽ ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. അതിനു മുന്നേ നമുക്കൊരു ഓഡിയൻസ് റൗണ്ട് ഉണ്ട്. ഓഡിയൻസിന് ചോദ്യം കൊടുത്താലോ ഷാരോൺ? അപ്പോൾ ഓഡിയൻസ് റൗണ്ട് ആണ്. നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓഡിയൻസ് റൗണ്ട്. ചോദ്യം കേട്ടാലോ? റെഡിയല്ലേ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. സീറോ മലബാർ സഭാദിനമായി ആചരിക്കുന്നത് എന്ന്. ഒരപ്പച്ചന്റെ കൈ പൊക്കിയിട്ടുണ്ട്. അപ്പച്ച വേഗം വാ. എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. പക്ഷെ അപ്പച്ചൻ മാത്രമേ കൈ പൊക്കിയുള്ളൂ ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. പേരൊന്ന് പറയാമോ? ലിജി. ജൂലൈ 3 ദുഃഖാനന്ദൻ. ചേട്ടൻ ചാടി ഉത്തരമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പേരും ഉത്തരവും ഒപ്പം പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ശരിയാണെന്ന് ഉറപ്പാണോ? ആയിരിക്കാം. വേറെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും വേറെ ഉത്തരവുണ്ടോ?
എല്ലാവരും അത് സമ്മതിച്ചു തരികയാണ്. നമുക്ക് ഉത്തരം ഒന്ന് കേട്ടാലോ? സീറോ മലബാർ സഭാദിനമായി ആചരിക്കുന്നത് ജൂലൈ 3 ദുക്രാന. ഈ ഉത്തരം അറിയില്ലാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലെ? അതെ, എല്ലാവർക്കും ഉത്തരം അറിയായിരുന്നു. പക്ഷെ ഉത്തരം പറഞ്ഞ് സമ്മാനം മേടിക്കാൻ അർഹനായിരിക്കുന്നത് ചേട്ടനാണ്. അപ്പൊ നമുക്ക് സമ്മാനം കൊടുത്താലോ? നമ്മുടെ ഓഡിയൻസിനായിട്ടുള്ള 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ഷാരോണിന് ഒരു ജനറൽ ചോദ്യം കൂടി ഇനി ബാക്കിയുണ്ട്. ഷാരോണിന്റെ ആ പൊതു ചോദ്യം, ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ചുള്ള ഷാരോണിന്റെ പൊതു ചോദ്യം എന്താണ് നമുക്കൊന്ന് കേൾക്കാം. ചോദ്യം ഇതാണ്: മാർ തോമാസ് ലീഹ കേരളത്തിൽ സ്ഥാപിച്ച 7 പള്ളികൾ എന്നറിയപ്പെടുന്നവയിൽ അരപ്പള്ളി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പള്ളിയെയാണ്? അരശന്റെ പള്ളി. ആ പള്ളിയുടെ പേര് ഏത് സ്ഥലത്താണെന്ന് പറഞ്ഞാൽ മതി. അരശന്റെ പള്ളി എന്ന് പറയുന്ന പള്ളി ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? നല്ല വ്യക്തമായ ധാരണയുണ്ട് ആൾക്ക്. 7 പള്ളികൾ ഏതൊക്കെയോന്ന് അറിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, അതിൽ ഏത് പള്ളിയാണ് അരപ്പള്ളി എന്ന് പറയുന്നത്? ഓഡിയൻസിന് ആർക്കെങ്കിലും അതിന് ഉത്തരം അറിയൂ? നമ്മുടെ ഷാരോണിനെ സഹായിക്കാനായിട്ട് ആർക്ക് വേണമെങ്കിലും മുന്നിലേക്ക് വരാം. ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. എന്നാ വേഗം വാ, നമുക്ക് എന്താണെന്ന് കേട്ടേക്കാം അല്ലേ? തിരുവാങ്കോട് ഉറപ്പല്ലേ? ഉറപ്പാണെന്നാ പറഞ്ഞേക്കുന്നത്. ഷാരോൺ, ആ ഉത്തരം നമുക്കൊന്ന് എടുത്താലോ? തിരുവാങ്കോട്. അപ്പോൾ മാർ തോമാസ് ലീഹ കേരളത്തിൽ സ്ഥാപിച്ച 7 പള്ളികൾ എന്നറിയപ്പെടുന്നവയിൽ അരപ്പള്ളി എന്ന് വിശേഷിപ്പിക്കുന്നത് തിരുവാങ്കോട്. ശരി ഉത്തരാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ സമ്മാനം കൊടുത്താലോ അല്ലേ? കൊടുക്കാം. എല്ലാ റൗണ്ട് അവസാനിക്കുമ്പോൾ ഷാരോണിന്റെ കയ്യിലിരിക്കുന്ന ആ സമ്മാനങ്ങളുമായി നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കോളൂ. ഷാരോൺ കൈ നിറയെ സമ്മാനങ്ങളായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് സഹായിക്കാൻ വേണ്ടിയിട്ട് ഷാരോണിനെ പഠിപ്പിച്ച ഷാരോണിന്റെ പേരൻസിനെ വിളിച്ചാലോ നമുക്ക്? വളരെ സ്നേഹത്തോടെ ഷാരോണിന്റെ അപ്പയും അമ്മയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പാർട്ടിസിപ്പന്റ് ഷാരോണും നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. അതെ, പ്രേക്ഷിത വാഹിനിയിൽ കയറുന്ന ആരും സമ്മാനങ്ങൾ ഇല്ലാതെ ഇറങ്ങാറില്ല. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പാർട്ടിസിപ്പന്റും കഴിഞ്ഞു. നമുക്കെന്നാ ഇന്നത്തെ പരിപാടി അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറി ആകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയ ദൂതുമാ യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ